ഹായ് ഹലോ വെറും 10 മിനിറ്റിന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിപ്പോൾ നോമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പീസ് അല്ലേ നല്ലത്. അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ലാത്ത നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദയാട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈദയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് സാൾട്ട് ആട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂണോളം. അതുപോലെ തന്നെ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ചില്ലി ഫ്ലെക്സാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണും ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. മല്ലിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കി എടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായി പോകണ്ടാട്ടോ നമ്മളെ മാവ്. നന്നായിട്ട് മാവ് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളെ മുട്ടയിലേക്ക് മാവ് നന്നായിട്ട് പിടിക്കുകയില്ല. പോരായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മാവ് നന്നായിട്ട് അതിൽ പിടിച്ചിട്ടില്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ പാകത്തിന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പം 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നോക്കി നോക്കി ഒഴിച്ചാൽ മതി. നമ്മളെടുത്ത മൈദൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു പാകത്തിന് നമ്മളിതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ടേ. അപ്പോൾ നല്ലതായിട്ട് ലൂസായി പോകണ്ട, ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ സാധാരണ പഴംപൊരി ബജ്ജിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ കട്ടിയാട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത്. നല്ല ലൂസാകാനും പാടില്ല, എന്നാൽ നല്ല ടൈറ്റായിട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇപ്പം നമ്മളിത് അതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ മാവ് നല്ല സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. ഈ ഒരു പാകത്തിനാട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 3 കോഴിമുട്ട വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവാള ആണെങ്കിൽ 1 മതിയാവും, ചെറുതാണെങ്കിൽ 1.5 എടുക്കണേ. 2 ആവശ്യമില്ല, കാരണം നമ്മൾ 3 മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 1.5 മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് കളറും സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ സവാളയുടെ കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് 1, 2 വെളുത്തുള്ളി അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി മതിയാവട്ടെ, ചെറിയൊരു പീസ് മതിയാവും, ഒരുപാട് വലുപ്പമുള്ളൊന്നും വേണ്ടിയില്ല. അതുകൂടി നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പം പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂണോളം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർക്കാം. ഇനിയിപ്പം മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിൽ മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, കറിവേപ്പില മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കൂടിയും ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടികളോ ഇനി വേറെ ഇറച്ചിയോ ചിക്കനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഉണ്ടാവുമല്ലോ, അതിലേക്ക് അങ്ങ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ ഈ ഒരു വെള്ള സാധനം ഉണ്ടല്ലോ, അതങ്ങ് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അധികം മുറിയൊന്നും ചെയ്യാതെ പൊട്ടിപ്പോകൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ഓരോന്നിൻ്റെയും ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ടൊക്കെ തോന്നും കേട്ടോ, പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടും. ഒരു തവണയെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും. മുട്ടയൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും ഇഷ്ടമാവും കേട്ടോ.
അപ്പം നമ്മളിതിപ്പോൾ ഇതാ മഞ്ഞൊക്കെ നന്നായിട്ട് ഈ ഒരു മസാലയിലിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ മഞ്ഞയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു പാകത്തിന് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ മിക്സ് അയച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ, ആ ഒരു മൈദയിലേക്ക് ഇതുപോലെ ഇതിങ്ങനെ കവർ ചെയ്തിട്ട് കിട്ടണം. ഇതാട്ടോ ആ ഒരു മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഒരു സേഫ്റ്റിക്ക് വേണ്ടി സ്പൂൺ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നമ്മൾ ചൂടുള്ള എണ്ണയിലേക്കല്ലേ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ സ്പൂണിലേക്ക് നമ്മളിതാ ഈ ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. നല്ല ചൂടുള്ള എണ്ണ നന്നാക്കിയിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാട്ടോ ചെയ്യുന്നത്. ഇനി രണ്ട് സൈഡൊന്ന് കളർ മാറ്റിയെടുക്കുക. അത്ര മാത്രമായിട്ട് ഇനി പണിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു സൈഡൊക്കെ കളർ മാറി വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു സൈഡും കൂടി തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുറം തോടൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആ ഒരു മസാല ടേസ്റ്റ്, മുട്ടയുടെ ടേസ്റ്റ് എല്ലാം കൂടി സൂപ്പറാട്ടോ. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതൊരെണ്ണം മാത്രം മതിയാവും, മനസ്സും നിറഞ്ഞോളേ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ കുറച്ച് അകലെ നിന്നിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുക്കാനേ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ട മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്നാക്കും കൂടി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ.